ഗുഡ് മോർണിംഗ്, നമസ്കാരം. CCV അവതരിപ്പിക്കുന്ന കോഫി വിത്ത് കാൻഡിഡേറ്റ്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വെങ്ങാനല്ലൂർ ഡിവിഷനിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സജി OS അടുത്താണ്. നമസ്കാരം. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഡിസംബർ 9, 11 തീയതികളിൽ. അതിൽ പഴയന്നൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള വെങ്ങാനല്ലൂർ ഡിവിഷനിൽ ഈ ഒരു ഡിവിഷൻ ഇതിൽ ഒരു ജനപ്രതിനിധിയായിട്ട് CPM താങ്കളുടെ പേരാണ് പരിഗണിച്ചിട്ടുള്ളത്. വളരെയധികം സന്തോഷം. വിജയ ആശംസകൾ ആദ്യമായിട്ട് നേരുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു കാൻഡിഡേറ്റ് ഇങ്ങനൊരു പാർട്ടി ഇങ്ങനൊരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ? പാർട്ടി ഏതായാലും വേറെ അഭിമാനം ഉണ്ട് അതില്. എന്താ വെച്ചാൽ ഇതുവരെ ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന് പുതുമുഖമാണ്. ഓ, വളരെയധികം സന്തോഷം. അതെ, ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ചെയ്തിട്ടില്ല. സംഘടനാ പ്രവർത്തനമാണ് ചെറുപ്പം മുതലേ ഉള്ളത്. ആ സംഘടനാ പ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അംഗീകാരം വരുമ്പോൾ അതൊരു നല്ല രീതി തന്നെയാണ്. അതുകൂടി നമുക്ക് ഒരു പുതിയ കാൽവെപ്പാണ്, ചുവടുവെപ്പാണ്. അപ്പൊ അതില് നമ്മൾ എന്തായാലും ജനം നെഞ്ചേറ്റും തന്നെ വിചാരിക്കുന്നു. ഇങ്ങനൊരു ദൗത്യം ഏൽപ്പിച്ചപ്പോ എന്ത് തോന്നി? വളരെ നമ്മളാൽ ഇനിയിപ്പോ ഈ രംഗത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പൊതുജന സേവനം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യായിരുന്നു ചെറുപ്പം മുതലേ. അതിപ്പോ ഇങ്ങനെ കൂടി ആകുമ്പോൾ അതൊക്കെ ഒരു അവസരം കൂടി തന്നതാണല്ലോ പാർട്ടി. അപ്പൊ ഏതായാലും ഒരു അഭിമാനമുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് ഇപ്പൊ ഇതിന്റെയൊക്കെ പ്രാരംഭഘട്ടം എവിടുന്ന് മുതലായിരുന്നു? ഇപ്പൊ ഇടതുപക്ഷ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM പ്രതിനിധിയായിട്ടാണ് താങ്കൾ ഇപ്പൊ മത്സര രംഗത്ത് വന്നത്. എവിടുന്നായിരുന്നു? ഇപ്പൊ വിദ്യാർത്ഥി പ്രസ്ഥാന സമയത്ത് തന്നെ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണോ ഇതിലേക്ക് എത്തിയത്? രാഷ്ട്രീയ അത് അതിലൊരു ഘടകമാണ്. ഞാൻ ജനിക്കുമ്പോ തന്നെ എന്റെ അച്ഛൻ പാർട്ടി മെമ്പറാണ്. അപ്പോൾ അച്ഛൻ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നപ്പോൾ വീട്ടിൽ തന്നെ അത്യാവശ്യം പാർട്ടിയുടെ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ചെറുപ്പം മുതൽ ഇത് കണ്ടു വളർന്നു. ബാലസംഘം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലസംഘത്തിന്റെ ഭാരവാഹിയാവുന്നത്. അപ്പൊ അവിടുന്ന് മുതൽ തന്നെ അവിടുത്തെ ചെറിയ പിള്ളേരും. പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഞാൻ തോന്നുക UP സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് 7 വരെ അവിടെ, 10ാം ക്ലാസ് വരെ, പിന്നെ 8 തൊട്ടിട്ട് 10ാം ക്ലാസ് വരെ SMT സ്കൂളിൽ. അങ്ങനെ പിന്നെ VHSC വടക്കാഞ്ചേരി, അങ്ങനെ പിന്നെ ITC ഗവൺമെന്റ് ITC എരുവപ്പെട്ടി, പിന്നെ പോളിടെക്നിക് ചേലക്കര. ഇങ്ങനെയൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം. അപ്പൊ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടായിരുന്നു, യുവജന പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ ഒരു പാർട്ടി എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, പിന്നെ SFI ആയി, SFI DYFI ആയി, DYFI പിന്നെ പാർട്ടി സ്കൂൾ കോളേജ് തലത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ അധികം ഇല്ല. സ്കൂളിൽ നമ്മള് അതായത് ഒരു പക്ഷെ അച്ഛൻ അങ്ങനെ കോളേജുകളിൽ വിടണ്ട എന്ന രീതിയിലുണ്ടായിരുന്നു. കേരളവർമ്മയിലും വ്യാസലൊക്കെ കിട്ടിയതായിരുന്നു. അപ്പൊ വിട്ടില്ല. അപ്പൊ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി അവിടെ ഇല്ലായിരുന്നു. പോളിടെക്നിക്കിലാണല്ലോ സംഘടനാ അടിസ്ഥാനത്തിൽ. മറ്റവിടെ ലീഡറൊക്കെ ആയിരുന്നു. ITC ലീഡറായിരുന്നു, VHSC ക്ലാസ് ലീഡറായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് അവര് തെരഞ്ഞെടുക്കുകയാണ് നമ്മളെ, ഒരു സംഘടനാ രീതിയിലല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി ഒരു നേതൃത്വം ഉണ്ടായിരുന്നു ആ സമയത്തും ഒക്കെ. പാർട്ടിയിൽ വന്നതിന് ശേഷം, CPM വന്നതിന് ശേഷം എന്തൊക്കെ സംഘടനാ ഭാരവാഹിത്വമാണ് സജിക്ക് പാർട്ടി നൽകിയിട്ടുള്ളത്? പാർട്ടി നൽകിയില്ല. ഇപ്പൊ DYFI ഇപ്പൊ ഒരു ആ രീതിയിൽ യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ബ്ലോക്ക് സെക്രട്ടറി, അതിന്റെ ചോട്ടിൽ തന്നെ യൂണിറ്റ് സെക്രട്ടറി, ഒരു 5-8 കൊല്ലം തന്നെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്. പിന്നെ പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി, പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി DYFIയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി, പിന്നെ ബ്ലോക്ക് സെക്രട്ടറി, ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ SFIയുടെ ആകുമ്പോൾ യൂണിറ്റ് പ്രസിഡന്റ്, പോളി യൂണിറ്റ് പ്രസിഡന്റ്, അവിടെ യൂണിറ്റ്, പിന്നെ ഏരിയ പ്രസിഡന്റായി, ഏരിയ സെക്രട്ടറി ആയി, ജില്ലാ വൈസ് പ്രസിഡന്റായി, ജില്ലാ സെക്രട്ടേറിയറ്റായി, ജില്ലാ വൈസ് പ്രസിഡന്റായി, പിന്നെ DYFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഒരു 36 വയസ്സിൽ DYFI ഇവിടെ വാങ്ങിയപ്പോ പിന്നെ ട്രേഡ് യൂണിയനാണ് നമ്മൾ. CITU ട്രേഡ് യൂണിയൻ രംഗത്ത് ഇപ്പോൾ അവിടെ ഈ നിർമ്മാണ തൊഴിലാളിയുടെ ഏരിയ സെക്രട്ടറി ആയി. അപ്പൊ അത് ഏരിയ പ്രസിഡന്റാണ്. അപ്പോ പിന്നെ IT-യുടെ ഏരിയ സെക്രട്ടറിയാണ്. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഏരിയ പ്രസിഡന്റാണ്. ഇങ്ങനെയൊക്കെ പല മേഖലയില് പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു ജനപ്രതിനിധി ആവാനുള്ള ഒരു അവസരം വന്നത്. നമുക്കൊരു കാപ്പി കുടിച്ചുകൊണ്ട് അപ്പൊ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയുള്ള ഈ ഒരു പൊതു മേഖലയിലേക്കുള്ള ഈ ഒരു പ്രവേശനവും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അങ്ങ് വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പൊ ഇനിയൊരു
ഇപ്പൊ ഇത്രയും കാലം ഇപ്പൊ ഈ ബ്ലോക്ക് തലത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് അങ്ങ് വരുന്നത്. അപ്പൊ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരുവിധം സജിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് നമ്മൾ ജനകീയ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് പാർട്ടി നിയോഗിച്ച ചില കാര്യങ്ങളിലൂടെ വളരെയധികം വ്യക്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊരു ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി എന്താണ് നമ്മൾ ഈ ഒരു നാട്ടിലേക്ക് നടത്താൻ സാധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് അങ്ങയുടെ ഒരു സങ്കല്പം എന്തൊക്കെയാണുള്ളത്? നമുക്ക് എന്താ വെച്ചാലേ ഇപ്പൊ ഇപ്പൊ നമുക്ക് തൊഴിലൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ തൊഴിലിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ നമുക്ക് ഇപ്പോൾ അത് സ്ത്രീകളുടെ ഇപ്പോൾ കുറേ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ തൊഴിൽ സംരംഭങ്ങളിലേക്ക് ഏർപ്പെടാനുള്ള ഒരു പ്രോത്സാഹനം നൽകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഈ കാർഷിക മേഖലയിൽ കുറേ തരിശു ഭൂമികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പ്രോത്സാഹനം കൊടുത്തപ്പോൾ ഈ ഗവൺമെൻറ് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് മേഖലയിൽ കൂടെ ഈ തരിശു ഭൂമികൾ വിളയോഗ്യമാക്കിയിട്ട് ഒക്കെ ഉണ്ട്. നമുക്ക് ഹ്രസ്വകാല വിളകളും ദീർഘകാല വിളകളും ഒക്കെ നമുക്ക് ചെയ്തിട്ട് അതും കൃഷിഭൂമിയെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ എല്ലാ രീതിയിലൊന്നും നമുക്ക് മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ പാശ്ചാത്യ മേഖല ഇപ്പോൾ റോഡുകളും ആയാലും അതൊക്കെ ചില ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് നല്ലൊരു ഗതാഗത യോഗ്യമാക്കണം. അങ്ങനെ കൂടി ആകുമ്പോഴാണല്ലോ ഒരു വികസനം വരുള്ളൂ. അത് പിന്നെ ആശുപത്രികളിൽ ഇപ്പോൾ നല്ല രീതിയിൽ വികസനം വന്നിട്ടുണ്ട്. എന്നാലും ഇനിയിപ്പോൾ കുറവുകളുണ്ടെങ്കിൽ നമുക്കത് ആരോഗ്യം ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് വരുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ആശുപത്രികളാണ്. ഇപ്പോൾ പഴയന്നൂരും തിരുവല്ലാമലയും ചേലക്കരയൊക്കെ നല്ല രീതിയിലുള്ള വികസനം വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്നാലും അവിടെ ചില കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൂടെയൊക്കെ നോക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ അംഗൻവാടികൾ ഇതൊക്കെ ഈ മേഖലയിൽ കാർഷികമായാലും ശരി, ഇതേപോലെ തൊഴിൽ സംരംഭങ്ങൾ, ആരോഗ്യ മേഖല, ഇതൊക്കെ വിദ്യാഭ്യാസ മേഖല വല്ലാതെ വരുന്നില്ല ഈ ബ്ലോക്കിൽ എന്നാണ് എൻ്റെ അറിവ്. ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയാണ്. എന്നാലും മറ്റ് പല സഹായങ്ങളും അടിസ്ഥാന സൗകര്യം, ഇപ്പോൾ ബാത്റൂമുകൾ, അങ്ങനെയൊക്കെയുള്ള ഫണ്ടുകളൊക്കെ ചെലവഴിക്കാമെന്നാണ് എൻ്റെ അറിവ്. ശരിയാണോ അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യാം എന്ന് വെച്ചായിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ വരുമ്പോ ഈ ജനങ്ങൾക്ക് നമുക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടാവും. അപ്പൊ എന്തെല്ലാം ഒരു സ്വപ്നങ്ങളാണ് നമുക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്? ജനങ്ങളുടെ മുന്നിൽ നേരത്തെ ഈ പറഞ്ഞ എന്തായാലും അവർക്ക് അതായത് അവര് എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് നഷ്ടമാവില്ല എന്നെനിക്കൊരു നല്ല ബോധ്യമുണ്ട്. എന്തായാലും ഈ നാട്ടിലെ വികസനങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ത്രീകളുടെ ഉന്നമനം അതൊരു പ്രധാന കാര്യം തന്നെയാണ്. ഇപ്പൊ അതന്നെ ഗവൺമെന്റ് ഇപ്പോൾ അവർക്ക് 1000 രൂപ വെച്ച് മാസം അവർക്ക് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. വീട്ടു ജോലിക്കാരെന്നാണല്ലോ അവരെ പൊതുവെ വിശേഷിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കതൊരു ഈ വീട്ടു ജോലി അതൊരു ജോലിയാണല്ലോ, ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് കൂടുതൽ സംരംഭം അവർക്ക് വീട്ടിൽ നിന്നിട്ട് തന്നെ ഇഷ്ടംപോലെ സംവിധാനം. ഇപ്പോൾ നമുക്കിപ്പോ നിലവില് പല കാര്യങ്ങളും ഉണ്ട്. ചന്ദനത്തിരി നിർമ്മാണം, മെഴുകുതിരി നിർമ്മാണം, സ്വയം തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പണ്ട് ഇത് ഇപ്പൊ BDOന്റെ കീഴിലായിരുന്നു ബ്ലോക്കിന്റെ ഒരു ജനകീയമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുത്തത്. അപ്പൊ അവര് ചെയ്യേണ്ട കുറെ കാര്യങ്ങള് ജനായത്ത കൂട്ടായ്മയിലൂടെ നമുക്ക് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും. കൊണ്ടുവരിക. നമുക്കിപ്പോ എൻ്റെ ഒരു സുഹൃത്ത് തുടങ്ങിയിട്ട് ഈ റൈസ് മില്ലുകൾ, അതിൽ പൊടികൾ, മുളക് പൊടി, അതൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ അവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ട്. ലോണും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരെ പ്രോത്സാഹനം കൊടുത്തിട്ട് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ പല കറിക്കമ്പനികളൊക്കെ നല്ല രീതിയിൽ പച്ച പിടിച്ചിട്ട് നാട്ടിലുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതുകൂടിയും വളർത്തിയെടുക്കണം നമുക്ക്. അപ്പൊ അതിനിങ്ങനത്തെ ഓരോ ഉത്സവങ്ങളൊക്കെ വരില്ല. ഇപ്പോൾ ഓണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു വിപണനമേള നമുക്ക് നമ്മുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അവരെ വിറ്റുപോലോ. അതെ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കളിയറോട്, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ വേലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉത്സവങ്ങളുമായിട്ട് അതെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് മേള നടത്താം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോ നല്ല സരസ്യമേളയൊക്കെ നടക്കുന്നുണ്ടോ, അതൊക്കെ ചെറിയ രൂപങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നടത്താം. ഇപ്പൊ കൈത്തറി മേഖലയിലും തുണികളുടെയും ഒക്കെ നമുക്ക് നടത്താന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഒരു സ്വപ്നമുണ്ട് മനസ്സിൽ. അപ്പോ അത് ചെയ്യാപ്പോ നാളെ അങ്ങോട്ട് ചെയ്യാന്നുള്ളതല്ല, അതിന്റെ ഒരു പരിശ്രമം നമ്മൾ നടത്തും. ചിലപ്പോൾ അതിന്റെ റിസൾട്ട് വരിക അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടാവും. എന്നാലും നമ്മൾ തുടങ്ങി വെക്കുക, അല്ലെങ്കിൽ നടത്തുക. കുറച്ച് പേര് ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് LDF ഭരണമായിരുന്നു, അവരും കുറെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോകും വേണം. ഇപ്പൊ
സത്യം പറഞ്ഞാൽ സജിയെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ് ആണെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തല്. കാരണം നമ്മുടെ MP, MLA അതുപോലെ തന്നെ ഇവിടെയുള്ള പഞ്ചായത്തുകളും ഒക്കെ മിക്കവാറും LDFന്റെ ഇതിലാണ് നടക്കുന്നത്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് LDF തന്നെയാണ്. അപ്പൊ അവരുടെ ഒരു തുടർ വികസന പ്രവർത്തനങ്ങളുടെ ഇനി പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സജിയുടെ ഒരു വിഷനിൽ എന്തൊക്കെയാണ്? ഇപ്പൊ അങ്ങനെ വെച്ചാൽ നമ്മള് ഇപ്പോ ജനാധിപത്യത്തില് നമുക്കൊന്നും ഉറപ്പില്ല. അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്നാലും നല്ല ഒരു തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന എന്തൊക്കെ പ്രക്രിയകളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യും. കുടുംബയോഗങ്ങള്, കൺവെൻഷനുകള്, വാൾ പോസ്റ്റർ, ചുമരെഴുത്ത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ പ്രവർത്തനം ഒറ്റയ്ക്ക് കണ്ടവരെ ഒറ്റയ്ക്ക് കാണുന്നു, കൂട്ടമായി കണ്ടവരെ കൂട്ടമായി കാണുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടെ ഇപ്പൊ MP, MLA അവരൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്കുണ്ട്. അവര് നല്ലൊരു വികസന കാഴ്ചപ്പാടുള്ള. നമുക്കറിയാം ഈ MP രാധാകൃഷ്ണേട്ടൻ മന്ത്രിയായ ശേഷമാണ് ചേലക്കരയുടെ മുഖം തന്നെ മാറിയത്. ആ മാറില് അദ്ദേഹത്തിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട്. ഇപ്പോ പ്രദീപേട്ടൻ അതിന്റെ പിന്തുടർച്ചയായി വന്നു. നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹവും നല്ല കുടിവെള്ള പദ്ധതികളായാലും റോഡുകളായാലും മറ്റ് ഇപ്പൊ നമുക്ക് ആ കോവിഡ് കാലത്തൊക്കെ അദ്ദേഹമായിരുന്നു MLA. അപ്പൊ ഒക്കെ വേണ്ട ഇപ്പൊ പഴയന്നൂര് ആശുപത്രിയിൽ കോവിഡ് സെന്ററുകൾ അങ്ങനെയൊക്കെ നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേട്ടപ്പോ കുത്താമ്പള്ളിയെ പാലം, മായന്നൂര് പാലം, ആള് അങ്ങനത്തെ വികസനങ്ങള്, സ്കൂളുകള്, കെട്ടിടങ്ങള്, അപ്പൊ ഇതൊക്കെ അവര് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടുകൾ തരും. അപ്പോ നമുക്ക് ഇപ്പൊ ഫണ്ടിന് ഇപ്പൊ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, തുടർ ഭരണം കൂടിയും വരും തന്നെ നമ്മളെ വിചാരം. വരുമ്പോ ഒന്നുകൂടിയും ത്രിതല പഞ്ചായത്തുകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് ഇടതുപക്ഷ ഭരണമാണ്. അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ കൂടെയാണ് ഫണ്ട് ചെലവഴിക്കുന്നതും വികസന പ്രവർത്തനങ്ങളും. ആ ജനകീയ രീതിയിൽ കൂടെ സുതാര്യമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പലപ്പോഴും ഈ ഇപ്പൊ വീട് നിർമ്മാണം, ഇപ്പൊ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ലൈഫ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ താങ്കളുടെ ഈ പാർട്ടി എന്താ പറയണ്ട ആ ഒരു പ്രവർത്തനത്തില് എത്ര പേർക്കൊക്കെ നമുക്ക് ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തി അർഹതപ്പെട്ടവർക്ക് കൊടുക്കുവാൻ താങ്കൾക്ക് നിങ്ങളുടെ ഈ ഒരു സംഘടനാ സംവിധാനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്? അതിൽ ഇടപെടാൻ നല്ല പോലെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ രംഗത്ത് ഭയങ്കരമായിട്ട് പല ചൂഷണങ്ങളും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ലൈസൻസ് എടുത്തു. നമ്മളെന്താ വെച്ചാൽ ഒരു കാര്യത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് പഠിക്കുകയും ചെയ്യാം. ഞാൻ വാസ്തുശാസ്ത്രം കഴിഞ്ഞിട്ടുണ്ട്, വീട് നിർമ്മാണവുമായിട്ട് പെയിന്റിംഗ് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അവർക്ക് ചിലവർ പ്ലാൻ വരച്ച് തരാൻ വേണ്ടി എന്നെ സമീപിക്കും. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യും. അവർക്കൊരു വീട് ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ചേലക്കര പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വീട് കൊടുത്തിരിക്കുന്നത്. പലരും നമ്മുടെ അടുത്ത് വന്ന് സമീപിക്കാറുണ്ട്. അവരുടെ കുറവുകളും ആവശ്യങ്ങളും എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, അവർക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊക്കെ ലൈസൻസ് ഇല്ല, ലൈസൻസ് ഞാൻ പിന്നെ പുതുക്കിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ അതുമായി നമ്മുടെ സ്വന്തം കാര്യമാണല്ലോ, നമ്മൾ വിട്ടുപോയി. അപ്പോൾ അവരെ ആവശ്യങ്ങളായിട്ട് നമ്മളെ സമീപിക്കും. നമ്മൾ വിയോനെ അവരെ മറ്റു വാർഡ് മെമ്പർമാരെ കണ്ടിട്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. വീടില്ലാത്തവർക്കാണ് വീട്, അല്ലാണ്ട് വീടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വീട് പ്രവർത്തിക്കുന്ന ആൾക്ക് വീട് കൊടുക്കണം എന്നല്ല. ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത് ചേലക്കര പഞ്ചായത്തിലാണ്. ബ്ലോക്കിൽ ഇനി നമുക്ക് കുറച്ച് അധികാര പരിധിയിൽ വരുന്നതാണ് PMAY പദ്ധതി വെച്ചിട്ട് വീടുകൾ കൊടുക്കുന്നത്. അതും കുറച്ചിപ്പോ വളരെ കുറവിലാണ് ഇപ്പൊ ഫണ്ട് വരുന്നത്. അതിപ്പോ ഇങ്ങനെയൊക്കെ ഞാൻ രാഷ്ട്രീയം പറയല്ല, ചില കുപ്രചരണങ്ങളെ കാര്യം നടക്കുന്നുണ്ട്. അതും കേരള ഗവൺമെന്റിന്റെയും മറ്റു ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടുകൂടിയാണ് അത് കൊടുക്കാൻ പറ്റുന്നത്. അത് അവിടെ വരുന്ന ഫണ്ട് ആ കണക്കൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, നമ്മൾ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കില്ല. അപ്പോ ഇങ്ങനെ ഈ സഹായത്തോടെ നമുക്കിപ്പോ തുച്ഛമായതാ വരുന്നുള്ളൂ. അതും വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ അതൊക്കെ കൊടുക്കാനുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനല്ല, നമ്മുടെ പാർട്ടി ചെയ്തിട്ടുണ്ട്, കൂട്ടായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു പങ്കുണ്ട്. ഇനിയും തുടർന്നും ഇപ്പോഴത്തെ പുതിയ പ്രകടന പത്രികയിൽ വന്നിട്ടുണ്ട്. പ്രകടന പത്രിക LDF ഇറക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീട് ഇതുകൂടി വെച്ചിട്ട് തുടർ പ്രവർത്തനം അതിനും കൂടി ആയിരിക്കും. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുത്താണല്ലോ ഈ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷം ആദ്യം തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ ആകെ വികസനമാണ്. ഇന്നത്തെ ചേരിയിൽ കടന്നാൽ ശരിയാവില്ല. നമുക്കറിയാം, മതിൽ കെട്ടി മറിക്കേണ്ട അവസ്ഥ ഒന്നും കേരളത്തിലില്ല. അപ്പോൾ അത് ആ കാഴ്ചപ്പാടോട് കൂടിയിട്ട് തന്നെയാണ് പോണത്. ഇപ്പോൾ അണുകുടുംബങ്ങളിലേക്ക് പോവാണ്. ഇപ്പൊ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ 15 പേരൊക്കെ ഞാൻ ഉണ്ടാവും. ഇപ്പൊ അവരൊക്കെ വേറെ വേറെ മാറി. അപ്പൊ ഇങ്ങനെ അണുകുടുംബങ്ങളിലേക്ക് മാറുകയാണ്. അപ്പൊ ഒക്കെ 5 സെന്റ് ഭൂമി വേണം,
ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ എന്താ വെച്ചാൽ 5 സെന്റ് ഭൂമിയാകുമ്പോൾ ഇപ്പോൾ ലോണ് കിട്ടാനും പാടാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും സാധാരണക്കാരന് എന്തൊക്കെ വേണം ആ സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങും. ഇതിപ്പോ ഒരു പിന്നോക്ക മേഖലയാണ് ഇപ്പോഴും കുറെ കാലങ്ങളായിട്ട്. അപ്പൊ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവരനുഭവിക്കുന്ന കഷ്ടതകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വീട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴില്, പരമ്പരാഗത തൊഴിൽ മേഖല, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലെന്തെങ്കിലും പോരായ്മകൾ സജിയുടെ ഇത്തരത്തിൽ കാലത്തുള്ള പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പോരായ്മകൾ അതിലെന്ന് പറയാനല്ലേ, ഇപ്പോൾ ഞാൻ പരമ്പരാഗത തൊഴിൽ മേഖല ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ട് ഇപ്പോൾ നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ നെൽകൃഷിയുണ്ട്. നെൽകൃഷി ചെയ്യുമ്പോൾ നമ്മൾ അരിവാളിലാവാൻ വേണ്ടി പോകാറുണ്ട്. ഒരു 25 പേരൊക്കെ കൊയ്ത്തിന് വരും. ഈ 25 അരിവാളുമായിട്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇത് രാഗി മെലിക്കാൻ പോകും. അപ്പോൾ ആ വീട്ടിലൊക്കെ ആ പരമ്പരാഗത പണി ചെയ്യുന്ന ഈ ഇരുമ്പ് പണി ചെയ്യുന്ന വീട്ടിലൊക്കെ എന്താ തിരക്കേണ്ടവർ നമ്മളെ പറഞ്ഞയക്കും. അതുപോലെ മൺപാത്ര അപ്പോൾ അവിടേക്ക് വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞയക്കും നമ്മളെ. ഇപ്പൊ ഇതൊക്കെ വാങ്ങാൻ കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ മിഷ്യൻ യന്ത്രവൽക്കരണമായി. ഇപ്പൊ നമ്മുടെ വെൽഡിങ് ഷോപ്പിൽ പോയി ഒന്ന് ചാകിട്ട് തരും. അതേപോലെ മൺപാത്ര നിർമ്മാണം, ഇത് ഇപ്പൊ ഇതൊന്നും ഇല്ല. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഘട്ടങ്ങളായി. ഇപ്പൊ പ്ലാസ്റ്റിക്കും ഇപ്പൊ മാറി വേറെ പല രീതിയിലേക്ക് മാറാൻ തുടങ്ങി. ഇപ്പോൾ പാന് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരാൻ തുടങ്ങി. അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതൊക്കെ വളരെ കുറവുകളായിട്ട് മാറുകയാണ്. പരമ്പരാഗത മേഖല ഇല്ല, ഇപ്പൊ ഒന്നും ഇപ്പൊ നല്ല രീതിയിൽ നടക്കുന്നില്ല. അപ്പൊ ഇന്നുണ്ട് ഒറ്റപ്പെട്ടവർ ചെയ്യേണ്ട അവരെ വെച്ച ദുരിതത്തിലാണ് ഇനി. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ട ഒരു സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഗവൺമെന്റ് തലത്തിൽ എങ്ങനെ ചെയ്യാറുള്ളത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. ഇപ്പൊ മൺപാത്രങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ എപ്പോഴും മീൻ ചട്ടിയിലും മീൻ വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അങ്ങനെയൊക്കെയുള്ള ഇതുള്ള ആണ് നമ്മൾ. ആ രീതിയിൽ പോകണം, നാച്ചുറലായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാനും. പരമാവധി ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ സോപ്പന്നെ ഉപയോഗിക്കാറില്ല. ഞാൻ പണ്ട് പരിസരത്തിന്റെ IRTCയിൽ നമ്മൾ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ സോപ്പ് കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഉപയോഗിച്ചത്. ഈ സോപ്പിന്റെ അപ്പോൾ ഉള്ള വിഷയങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കടലമാവാണ് നമ്മൾ അധികം അങ്ങനെ, അല്ലെങ്കിൽ ചെറുപയർ പൊടി, ഇതൊക്കെയാണ് നമ്മൾ അധികം ഉപയോഗിക്കുക. വീട്ടിൽ ഞാൻ പ്രോത്സാഹനം അങ്ങനെ കൊടുക്കാറ്. എന്നാലും ഇപ്പൊ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ കൊറോണ കാലത്താണ്. പിന്നെ കൈ കഴുകണം, സോപ്പ് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അധികം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന വലിയൊരു കേന്ദ്രമാണ് ആരോഗ്യ കേന്ദ്രം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം ഇപ്പൊ നമുക്ക് ചേലക്കര ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ്. അപ്പൊ ഇതിലും അടിസ്ഥാന വികസനം വേണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പൊ പണ്ടൊക്കെ അവിടെ ഓപ്പറേഷൻ വരെ നടന്നിരുന്നു. ഇപ്പോഴും ഒരു അക്യൂട്ട് ഇൽനെസ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് വന്നപ്പോ കാർഡിയാക് ആയാലും അതുപോലെ തന്നെ പെട്ടെന്ന് സ്ട്രോക്ക് എന്ത് വന്നാലും നമ്മളൊരു റഫറൽ ആശുപത്രി എന്നുള്ള രീതിയിൽ പോലും അത് എന്താ പറയുക, ആ ഒരു ലെവലിൽ എത്താൻ പോലും ഇതിന്റെ അടിസ്ഥാന സൗകര്യം ഇന്നും വികസനം വന്നിട്ടില്ല. അതെന്താണ് കാരണം? അതിലെന്താ വെച്ചാലേ, ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അന്ന് പണ്ട് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്കൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ല. ഇന്ന് കുറച്ചും കൂടി നൂതന സാങ്കേതിക വിദ്യകൾ വെച്ചിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് സജ്ജീകരിക്കാൻ. അത് മാത്രമല്ല, ഇഷ്ടംപോലെ അണുബാധകളുടെ സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഈ അണുബാധകളുടെ ആധിക്യം വരുമ്പോൾ നമുക്ക് മറ്റു പല വൈഷമ്യങ്ങൾക്ക് അത് വഴിതെളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആശുപത്രികൾ ആ ഒരു സൗകര്യം ഒരുക്കുമ്പോൾ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താതെ പറ്റാതെ കഴിയും. അത് മെയിൻറ്റെയിൻ ചെയ്യും വേണം. തുച്ഛമായ ഫണ്ടാണ് നമുക്ക് ത്രിതല പഞ്ചായത്തുകളിലേക്ക് ആരോഗ്യ മേഖലയ്ക്കൊക്കെ വരുന്നത്. മറ്റു പല കാര്യങ്ങൾക്കാണ് അധികവും. എന്നാലും ഒരുവിധം കാര്യങ്ങൾ ഇപ്പോൾ അവിടെ OP ബ്ലോക്ക് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. ഡയാലിസിസ് സെന്റർ വന്നു. ഇപ്പോൾ ഇപ്പൊ നമുക്ക് ഡയാലിസിസ് സെന്റർ ഇപ്പൊ തന്നെ അവിടെ ക്യൂ ആണ്. നമ്മുടെ ആവശ്യം ഇപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ശരിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, മുമ്പേ നമുക്ക് ഉച്ച വരെ ഉണ്ടായിരുന്നു ഡോക്ടർമാർ. ആ സംഭവം ഇപ്പോൾ 6 മണി വരെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മണി 6 മണി എൻ്റെ ഓർമ്മ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കാഷ്വാലിറ്റിയും കൂടി ഉണ്ടായി. മുമ്പ് ഇതൊന്നുമില്ല. അപ്പം നമ്മൾക്ക് സൗകര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് ഡോക്ടറെ പോയി കാണാനുള്ള ഒരു സൗകര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളെ ഇപ്പോൾ വീട്ടിൽ ഒരു കുട്ടി പെട്ടെന്ന് 4 മണിക്ക് വന്നു,
വയ്യാതെ ക്ലാസ്സിൽ നിന്ന് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാതെ വന്നു വെച്ചാൽ നമുക്ക് വേഗം ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് പോവാം. മുമ്പ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 or 2 ഡോക്ടർമാരുള്ള അവരെ വീട്ടിൽ ക്യൂ നിൽക്കണം ടോക്കൺ എടുത്തിട്ട്. 150-200 ടോക്കണൊക്കെ കിട്ടിയ കാലം എനിക്ക് ഓർമ്മയുണ്ട്. അഥവാ അവർക്ക് ഫീസും കൊടുക്കണം. ആയിക്കോട്ടെ, ഫീസ് കൊടുത്തോണ്ട് കുഴപ്പമില്ല, അല്ല ഫീസ് കൊടുക്കണം, അതൊന്നും വിഷയമില്ല. പക്ഷെ അതും കൂടി ഗതിയില്ലാത്ത ആൾക്കാർ ഇന്നത്തെ മരുന്നിന്റെ വില ഇതൊക്കെ ഉണ്ട്. പല ഡോക്ടർമാരും ഫീസ് വേണ്ടാന്ന് പറഞ്ഞ ഡോക്ടർമാരുണ്ട് നമ്മുടെ നാട്ടില്. നിങ്ങളൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ആൾക്കാരൊന്നും എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ വേഗം അങ്ങോട്ട് നമുക്ക് മറ്റേ ഈ എന്താ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് വേഗം പോയിട്ട് കണ്ടിട്ട് വരാം. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞ ഈ ഓപ്പറേഷൻ തിയേറ്ററുകൾ, പ്രസവ വാർഡുകൾ ഇതൊന്നും വന്നില്ല. വരും, ഭാവിയിൽ അത് വരും, നാളെ വരും എന്നുള്ളതല്ല, അതിൻ്റെതായ രീതിയിലേക്ക് നമുക്ക് എത്തിക്കണം എന്നുള്ള ഒരു വിഷൻ. അതിനാണ് ഒരു ഘട്ടത്തിലേക്ക് ഇപ്പൊ മുമ്പുള്ള ആശുപത്രി എന്തെന്ന് മാറി ഇപ്പോൾ നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലായി. ഇനി നമുക്ക് ജില്ലാ ജനറൽ ഹോസ്പിറ്റൽ ആ രീതിയിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പൊ അതിൻ്റെതായ ഫെസിലിറ്റി വരും. ഇപ്പൊ ഞാൻ തോന്നുന്ന ഹോസ്പിറ്റലിന്റെ 7 വീട് അപ്പുറത്താണ് ഹോസ്പിറ്റൽ, 7 വീട് അപ്പുറത്താണ്. അപ്പോ ഇടതുപക്ഷത്തിന്റെ ആദ്യത്തെ നിങ്ങള് LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഇതാക്കിയല്ലോ. അപ്പൊ ഒരു നിർദ്ദേശപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നിർദ്ദേശപ്പെട്ടിയിൽ തോന്നുകയിൽ നിന്ന് നമുക്ക് കിട്ടിയ പെട്ടിയിൽ ഈ ആശുപത്രിയിലെ വികസനം എന്നുള്ളതാണ്. ഇപ്പൊ നോക്കി നോക്കുക, ആശുപത്രി എല്ലാ രീതിയിലും നല്ല രീതിയിൽ ലാബ് അടക്കം, ലാബ് സൗകര്യങ്ങൾ എല്ലാം. അപ്പൊ ആശുപത്രികൾ ഓരോ ഘട്ടമായിട്ട് വരികയാണ് ഹൈടെക് രീതിയിലും. ഇപ്പോൾ നമ്മൾ ദേശം ആ എളനാട് പരുത്തിപ്പുറമുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കി. നമ്മൾ പേപ്പർ നമുക്ക് ഉപയോഗിക്കേണ്ട, നമ്മൾ ടോക്കൺ എടുത്തു, ഡോക്ടർ അത് കണ്ടു, അവിടുന്ന് അത് ചെയ്തു. ഇനി ഫാർമസിയിലേക്ക് പൊക്കോളൂ പറയാണ്. ഫാർമസിയിൽ പോകുമ്പോൾ നമുക്ക് മരുന്ന് തരികയാണ്. ഇങ്ങനെ ഒരു മറ്റത് ഈ സ്ലിപ്പ് പിടിച്ച് നിൽക്കണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഈ സ്ലിപ്പ് കാണാനില്ല, അതല്ല ഇപ്പൊ ഫോൺ നമ്പറാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പോ മാറ്റം വന്നില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇനിയും മാറ്റം വരാണ്ട് അത് വരണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ പണ്ടൊക്കെ കറണ്ട് പോയാൽ ആകെ കറണ്ട് പോയിക്ക ആശുപത്രികളിലൊക്കെ. നമ്മളും ആശുപത്രിയിലൊക്കെ പലരെയും കാണാൻ പോകുമ്പോഴും അവിടെ അഡ്മിറ്റ് ആകുമ്പോഴും ഒക്കെ ആ മാറ്റം വന്നല്ലോ. നമുക്ക് അതായിരുന്നു പ്രധാനക്ക് വിഷമം ഉണ്ടായിരുന്നത്. കറണ്ട് പോകുമ്പോ ഒന്നുമില്ല, ഒരു രക്ഷയില്ല. ഇപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ബ്ലോക്കിന്റെ കീഴിലാണ് BRC വരുന്നത്. ഭിന്നശേഷിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഉള്ള ട്രെയിനിങ് ഉണ്ട്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തേണ്ടതില്ലേ? അവർക്ക് വേണ്ട സഹായങ്ങളും ഇത് മെച്ചപ്പെടുത്തേണ്ട ഒരു സാധ്യതയെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ BRCയുടെ പ്രവർത്തനം ഇപ്പോൾ നമ്മുടെ മൂകാരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഭിന്നശേഷികളായ കുട്ടികൾക്ക് അവിടുത്തെ ടീച്ചർമാരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സുകൾ, സ്പെഷ്യൽ ഡേകളായിട്ട് അവർക്ക് അതിൻ്റെതായ രീതിയിൽ പഠിപ്പിച്ചോളും. സ്പെഷ്യൽ ടീച്ചിങ് ഉണ്ട്. അതുകൂടാതെ തന്നെ പഠിത്തത്തിൽ പിന്നോക്കം അവരെ ഒരു ചില അവസ്ഥകൾ വെച്ചിട്ടാവും. ചിലപ്പോൾ വീട്ടിലെ അവസ്ഥകളോ പല അവസ്ഥകൾ കൊണ്ട് ചിലപ്പോൾ ഇപ്പോഴും കുട്ടികൾക്ക് പലതൊക്കെ അറിയാത്തവരുണ്ടാവും. അവരെ പ്രത്യേക സമയം കണ്ടെത്തി പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു രവീന്ദ്രൻ മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായ ശേഷം അതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് അവരെ പ്രത്യേകം ഓരോരോ ദിവസവും ഓരോ പദ്ധതി വെച്ചിട്ട് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ BRCയിൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇനി അതിൽ മെച്ചപ്പെടുത്താൻ പറ്റുമോ കഴിയാവുന്ന രീതിയിലേക്ക് എത്തിക്കുക, ഒന്നുകൂടി കൂടുതൽ ടീച്ചർമാരെ നിയമിച്ചുകൊണ്ട് അതാണല്ലോ വേണ്ടത്. അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ അവരുടെ ജീവിതം സ്കൂളൊക്കെ ഉണ്ട്. ബഡ്സ് സ്കൂൾ അവർക്ക് മറ്റേ പേന ഉണ്ടാക്കുന്ന സ്കൂളുണ്ട്. അവർക്ക് സ്വയം അവരുടെ ഒരു ബുദ്ധി വികാസം ഇതാക്കാൻ വേണ്ടിയിട്ട് സ്വയം കടലാസ പേനകൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ, ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന സ്കൂളുകളെ ക്ലാസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതും വെച്ചിട്ട് അതൊക്കെ അവരെ വെച്ചിട്ടുള്ള എന്താ കലോത്സവങ്ങൾ നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കാനുള്ള അവരെ ചിലപ്പോ അവർക്ക് വേറെ ബുദ്ധികളാവും. അത് വെച്ചിട്ട് അത് നമ്മൾ കുട്ടികളെ തെരഞ്ഞെടുത്തിട്ട് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ഉദ്ദേശമുണ്ട്. അവരൊക്കെ ചില അച്ഛന്മാരെ അമ്മമാരെ അത് ഇതിനു മുമ്പത്തെ ഭരണസമിതി അത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നൊരു അഭിപ്രായം ഇല്ല. ഞങ്ങളെ പോലുള്ള ആയിക്കോട്ടെ, അത് പരിഹരിക്കാൻ ശ്രദ്ധിച്ചില്ല എന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് തോന്നില്ല. എന്നാലും ശ്രമം നടത്തിയിട്ടുണ്ടാവും. എന്തായാലും നമ്മളത് അതിൽ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യും. അതിൽ നല്ല ശ്രദ്ധ, ഇനി വരുന്നവരും നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാരണം ബ്ലോക്ക് ഇതിന് ഏറ്റവും ചെയ്യാവുന്ന ഇത്തരത്തിൽ ചില മേഖലകളുണ്ട്. കാരണം ഇന്ന് ഭിന്നശേഷിക്കാർ എന്ന സമൂഹത്തില് എന്താ പറയണ്ട, അതൊരു വലിയ വിഭാഗമാണ്. അപ്പൊ അവരുടെ ഒരു ഉന്നമനം പലപ്പോഴും ഈ പറയുന്ന പൊതു എന്താ പറയുക വേദിയിൽ ഇത് ആരും പ്രകടിപ്പിക്കില്ല.
സാധാരണ. അപ്പൊ നമ്മൾ അതൊന്നും ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അതില് എന്താ പറയണ്ട, ബന്ധപ്പെട്ട ആൾക്കാരുമായി അത് സഹകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അത് നമ്മൾ ഞാനൊരു പൊതുവികാരമാണ് ഞാൻ ഡോക്ടർ ശരിയാണ്. കാരണം എന്താ അറിയോ, ഞാന് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ ആറ്റൂര് നമ്മളെ വാസുവൈദ്യുണ്ട്, അദ്ദേഹത്തിനെ ഞാൻ പല സമയത്തായിട്ട് കാണാൻ പോയിരുന്നു. അതിന്റെ ഒരു വേദനയായിട്ട്. അപ്പൊ പോയപ്പോ അവിടെ ഈ അമ്മയും ഒരു കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും ഈ കുട്ടികളും ദമ്പതികള്, ഈ കുട്ടികള് ബുദ്ധിമാനുള്ള കുട്ടികള് ഇങ്ങനെ വന്നിട്ട് അവിടെ ഒഴിച്ചില് നടത്തുകയാണ്. അവിടെ നമ്മൾ കണ്ണൂരിന്ന് അവിടെയൊക്കെ വന്നിട്ട് 9 മാസമായിട്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ട്. അപ്പൊ നമ്മൾ ഇവര് ഈ വണ്ടിയിൽ കൊണ്ടുപോയി കുട്ടികളെ. അപ്പൊ നമുക്ക് ഭയങ്കര, അതായത് എന്തൊക്കെയായാലും അതൊരു സങ്കടമാണല്ലോ, സങ്കടമല്ല. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ അവരടുത്ത് ചോദിക്കും, എന്തൊക്കെയാ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ മൂത്രമൊഴിക്കാൻ ആ രീതിയിലൊക്കെ പറയുമ്പോൾ അവരൊക്കെ മറ്റു കാര്യങ്ങൾ ആ ഓരോ സിഗ്നൽ തരുന്നു, അതൊക്കെ അവർ കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ, അപ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് നമ്മളിങ്ങനെയൊക്കെ ഇത് ഉണ്ടാകുമ്പോൾ. ഈ നാട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ അവർക്കിപ്പോൾ പെൻഷൻ കൊടുക്കേണ്ടത് നമ്മൾ ആ പെൻഷനെ കുറിച്ച് എതിരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവർക്കൊരു പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഭിന്നശേഷിക്കാർക്ക് നമ്മൾ അതിപ്പോ ഈ ഒരു എത്ര വർഷമായി ഇപ്പൊ ഇങ്ങനെ ഒരു പെൻഷൻ കുറച്ച് കാലമായല്ലോ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ. പക്ഷെ ഇത് വർദ്ധിപ്പിക്കാണല്ലോ, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കൊടുക്കണോ. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ അതിലൊരു കുട്ടിയുടെ അച്ഛനമ്മയോട് ഞാൻ ചോദിച്ചു, എന്താ കുട്ടിക്ക് ഇതിങ്ങനെ വരാൻ കാരണം ചോദിച്ചപ്പോ പറഞ്ഞത്, ഈ കുടല് 3 വട്ടം ചുറ്റിയത്ര. 3 വട്ടം ചുറ്റിയത് അങ്ങനെയുള്ള വിഷയങ്ങള് അങ്ങനെയൊക്കെ ഉണ്ട്. പല വിഷയങ്ങൾ ചിലത് കൈപ്പിഴ കൊണ്ട് അങ്ങനെ പലതുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇതിങ്ങനെ ഉള്ളത് ഈ സ്കാനിങ്ങിൽ അപ്പുറത്തെ സൈഡിലെ കണ്ടില്ല. ഇങ്ങനെയൊക്കെ പല ദമ്പതിമാര് ഓരോ വാചകങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പൊ നമുക്ക് വിഷമം നമുക്ക് മനസ്സിലാവാറുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അവരുടെ കൂടെ കാര്യങ്ങൾ പരിഗണിച്ച് വേണം. അപ്പൊ ഞാൻ പറഞ്ഞ ഗവൺമെന്റ് അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല. ഇല്ല, ഗവൺമെന്റ് പക്ഷെ അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഭിന്നശേഷി മാത്രം പോരാ, അല്ല സ്വയം രീതിയിലുള്ള ഇപ്പൊ അവർക്ക് ലൈഫ് സപ്പോർട്ടാണ്. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാൻ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പേന നിർമ്മാണം, ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ട് അവർക്ക് എന്താ ഇപ്പൊ LED ബൾബുകളുടെ സർക്യൂട്ട്, ആ സർക്യൂട്ട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ആംപ്ലിഫയർ സെറ്റ് ചെയ്യുന്നതോ, ഇങ്ങനെയൊക്കെയുള്ള സർക്യൂട്ടുകളോ ബോർഡുകളോ പിന്നെ ടേപ്പ് കാർഡ് മറ്റുള്ള ടേപ്പ് കാർഡൊന്നും ഇല്ല. ഇപ്പൊ LED TVയുടെ സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ ഇങ്ങനെയൊക്കെ ഞാൻ MRL TV കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആ രംഗത്ത് നമുക്കറിയാം. കമ്പ്യൂട്ടറിന്റെ ബോർഡുകൾ ഹാർഡ്വെയർ കഴിഞ്ഞതാണ് ഞാൻ, പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിരുന്നു. അപ്പൊ കമ്പ്യൂട്ടർ ആണ് ഞങ്ങളുടെയൊക്കെ പ്രൊജക്ട്. എളുപ്പമാണ് നമുക്ക് അതൊക്കെ ഉണ്ടാക്കാൻ. എന്നാലും സജിയുടെ ഈ ഇത്തരത്തിലുള്ള മിഷൻസ് പ്രാവർത്തികമാക്കാനും അത് വിജയത്തിലെത്തിക്കാനും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അവസാനമായിട്ട് ഇപ്പൊ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ജയിക്കുകയാണെങ്കിൽ, താങ്കൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയി വരികയാണെങ്കിൽ എന്തെല്ലാം കാര്യം ഇപ്പൊ നിങ്ങളുടെ ഒരു ഇടതുപക്ഷ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇടതുപക്ഷ പ്രകടന പത്രികയിൽ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ടില്ല, ഞങ്ങള് ഇടതുപക്ഷത്തിന്റെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി വെച്ച് പഴുത്ത് പുറത്തിറക്കും. അതിലിപ്പോ ഞാൻ അക്കമിട്ട് പറയണില്ല, ഒരു പൊതു എന്നുള്ള രീതിയിൽ പൊതുജനങ്ങൾ ഇതെല്ലാം ഞാൻ അവരുടെ വീട്ടിലേക്ക് ഇതെത്തും, ഈ നോട്ടീസുകൾ എത്തും. നമ്മൾ പ്രകടന പത്രിക തയ്യാറാക്കിയത് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ വീടുകളിലേക്ക് എത്തും. അതിപ്പോ അക്കമിട്ട് പറയുകയാണെങ്കിൽ സമയം പോരാ. അപ്പൊ നമ്മൾ അത് രീതിയിൽ ഇപ്പൊ പൊതുവായിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കാൻ വരുന്നത്, കാർഷിക മേഖലയെ പ്രോത്സാഹനം ഉണ്ടാവും. പശ്ചാത്തല മേഖലയിൽ റോഡ് മറ്റുള്ള രീതികൾ, ഈ പറഞ്ഞ കനാലുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളോ അതിലേക്കുള്ള സൈഡ് കെട്ട്, കൃഷിഭൂമിയെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളത്, ആരോഗ്യ മേഖലകൾ, ഈ പറഞ്ഞ ആശുപത്രികളുണ്ട്. ഇപ്പോ താങ്കൾ പറഞ്ഞ പോലുള്ള ആരോഗ്യ മേഖലകളിൽ അവിടെ എന്തൊക്കെ ഇനി കുറവുകളുണ്ട്. വേറൊരു വിഷയം അവിടെ ഉണ്ട്. പഴയന്നൂര് ആശുപത്രിയിൽ അവിടെ ഒരു ലാബ് ഉണ്ട്. ഈ ലാബിൽ നിന്ന് എത്രയോ വളരെ മീറ്ററുകൾ നടന്നു പോകാൻ പറ്റാത്ത ഇതിലാണ് ബാത്റൂം സൗകര്യം. വലിയൊരു വിഷയമാണ്. ഒരുപാട് പരാതി പറയണ്ട. കാരണം ഭിന്നശേഷിക്കാരായിട്ട് ആൾക്കാർ, വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ലാബ് ടെസ്റ്റിന് അതൊരു അടിസ്ഥാന ഒരു കാഴ്ചപ്പാടില്ലാണ്ട് ചെയ്തതാണെന്നുള്ളൊരു ആരോപണം അവിടെ നില. അത് മാത്രമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി അപ്പൊ അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ചില പോരായ്മകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ വെറുതെ അല്ല, ഞാൻ എല്ലാ മേഖലയിലും നമ്മൾ കഴിഞ്ഞു പോയി. ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നതാണ് മറ്റു പലരുടെയും കാര്യങ്ങൾ. അതാണ് ഞാനിത് പറയാം. കലാരംഗത്ത് എന്തൊക്കെയുണ്ട്, ഞാൻ ചെണ്ടകൊട്ട് അരങ്ങേറ്റം വിവിധ മേഖലയിലുണ്ട്. എന്തൊക്കെയാണോ നമ്മൾ ഏതാണോ നമുക്ക് ആവശ്യിച്ചത് അതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മള് ഇതിപ്പോ ഈ ആശുപത്രിയിൽ പോയി എവിടെയൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം. ജനങ്ങൾ വിശ്വസിച്ച് നിങ്ങളൊക്കെ സഹായം വേണം.
ആ സഹായത്തോടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമാകുമ്പോൾ ജനങ്ങളുടെയും കൂടി സഹായം ജനപ്രതിനിധികളും ഒപ്പം ഉണ്ടെങ്കിൽ ഈ സംഭവമൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാം. അവിടെ വർഗീയതയില്ല, ജാതി മതങ്ങളില്ല, വിദ്യാഭ്യാസത്തിന്റെ കുറവുകളോ കൂടുതലുകളോ ഇല്ല, എല്ലാം വർണ്ണവൽക്കരണം ഇല്ല, ഒന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ഇത് പോയി കഴിഞ്ഞാൽ അതാണല്ലോ MP-യുടെയും MLA-യുടെ ഒക്കെ വിജയം. ഈ ഇടതുപക്ഷത്തിന് തുടർ വിജയം വന്നത് ഈ ജനാധിപത്യം ജനങ്ങളും കൂടി കൂടെ നിന്നപ്പോഴാണ്. എന്തൊക്കെയാലും ഒരു മാറ്റം വന്നിട്ടുള്ളൂ. ഈ 10 കൊല്ലം കൊണ്ട് മാറ്റം എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് പ്രകൃതിക്ഷോഭങ്ങൾ ഇഷ്ടംപോലെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ഫണ്ടൊക്കെ കുറെ നമുക്ക് അങ്ങനെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ചെലവുകളിൽ മാറ്റം വരുമല്ലോ. അതാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായത്. പെട്ടെന്നൊരു ദുരന്തങ്ങൾ വന്നപ്പോൾ നമ്മുടെ ദൈനംദിന ചെലവുകളിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്. ആ കുറവുകൾ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ നമുക്കത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട. ചേലക്കര ടൗണിന്റെ വികസനം പോലെ അതൊക്കെ അത് നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മളത് കാണും. അതിപ്പോ ബൈപ്പാസിന്റെ പണികൾ നടക്കുന്നുണ്ട്. ആ ടൗണിലെ തിരക്കുകളുണ്ട്. തിരക്കുകളൊക്കെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അതിനോടൊപ്പം മറ്റ് വികസനങ്ങൾ ഇതൊക്കെ ഒരുപാട് കിടക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാനുണ്ട്, ഇനി കണ്ടെത്താനുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ പോക്കറ്റിൽ ഒതുങ്ങലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാൻ നമുക്ക് ഇപ്പൊ ചേലക്കരയിലെ ഭൂമി ഇപ്പൊ നമുക്ക് ആ ഭൂമി എവിടുന്നൊക്കെ കിട്ടും. ഇപ്പൊ തോന്നുക്കരയില് നമ്മള് കളിസ്ഥലത്തിന്റെ ഗ്രൗണ്ട് ഇതുവരെയുള്ള ഒരു ചോദ്യമായിരുന്നു. അവിടെ നല്ലൊരു തലമപ്പന്ത് കളി മത്സരം നടക്കുന്നത് ഇതേപോലെ തന്നെ അവിടെ നടക്കുന്നതാണ്. പൂജ കമ്മിറ്റി, അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ആ പൂജ കമ്മിറ്റി നേതൃത്വത്തിൽ തലമപ്പന്ത് കളി മത്സരം അപ്പൊ നടക്കുമ്പോൾ നമുക്കിപ്പോ എന്താ പുതിയ രീതി അനുസരിച്ച് തണ്ണീർത്തട നിയമം അനുസരിച്ച് നമുക്ക് കൃഷിഭൂമിയൊന്നും പറമ്പ് തന്നെ വേണം. അങ്ങനെ അവസാനം അവിടുത്തെ പഴയ മെമ്പർ മോഹൻദാസ് ഏട്ടൻ പറമ്പ് തരാൻ തയ്യാറായ മെമ്പർ രാധാകൃഷ്ണേട്ടൻ മുന്നിട്ടിറങ്ങി. എപ്പോഴും അത് നമുക്കതൊരു ഇതാണ്, പരാതിയും പരിഭവമായിരുന്നു. പക്ഷെ അത് തീർന്നപ്പോ അപ്പൊ കിട്ടുന്ന ഭൂമി വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഗ്രൗണ്ട് എടുത്തു. ഇനി നമുക്ക് സുഖമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെതായ മറ്റുള്ള പണികളൊക്കെ വർക്ക് കഴിഞ്ഞാൽ തുടങ്ങാം. അപ്പൊ കിട്ടുന്ന ഭൂമിയും കിട്ടുന്ന ഫണ്ടും വെച്ചിട്ട് ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ നമ്മൾ ആ രീതിയിൽ ചെയ്യും. തീർച്ചയായും ആ ഒരു ആഗ്രഹം സാധിക്കട്ടെ. പൂർണ്ണ വിജയവും ഉന്നത വിജയവും കൈവരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. CCB അവതരിപ്പിക്കുന്ന കോഫി വിത്ത് കാൻഡിഡേറ്റ്സ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം മറ്റൊരു കാൻഡിഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.